നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണേ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്ത സംസ്ഥാനം? നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിജൻ പര്യടനം അല്ലെങ്കിൽ ഹരിജൻ യാത്ര. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട പുരാണ കില. പുരാണ കില. ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹാബാദ് കോട്ട അക്ബറിന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി. രാമനമ്പിയാണ്. അടുത്ത ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1991. 1991 കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ന്യൂറംബർഗിലാണ്. ന്യൂറംബർഗ്. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാ? ജീൻ ജാക്വസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് പോർച്ചുഗീസ് ആണ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെയാണ് നീട്ടിയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ താപനില വൈദ്യുത നിലയം അല്ലാത്തത്? അതായത് ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തത് ഏതാണ്? ഉത്തരം താപധാനിയും പുകയുമാണ്. താപധാനി, പുക. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയുമാണ് നൽകിയിരിക്കുന്നത്. തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്തുക. മണൽക്കല്ല് സിസ്റ്റ് എന്നുള്ളതാണ്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? പോളികോണിക് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എവിടെയാണ്? ജപ്പാനിലാണ് നോട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ എന്നിവയാണ്. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും ഏർപ്പെടുത്തുന്നു. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നുള്ളതാണ്.
വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. മുകളിൽ പറഞ്ഞവയെല്ലാം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്ത്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയാണ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്നും 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെ? 48A-യും 51A-യും രണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ എന്നിവയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആര്? വിംബിൾഡണിൽ വിജയം നേടിയത് കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസാണ് നേടിയത്? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആര്? SL പുരം സദാനന്ദൻ. G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുടലിന് ആമുഖം എഴുതിയത് ആരാണ്? S ഗുപ്തൻ നായരാണ്. കുമാരനാശാൻ അന്തരിച്ച വർഷം? കുമാരനാശാൻ അന്തരിച്ചത് 1924 കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആര്? കാഞ്ചനസീത G അരവിന്ദനാണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കെലോനിയായിരുന്നു. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ, നെറ്റ്വർക്ക് ഡിവൈസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? കാഷെ മെമ്മറിയാണ്. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ
ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികത ഏതാണ്? വെബ് ജാക്കിംഗ് ആണ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്തെന്ന് വിളിക്കുന്നു? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏത്? ഗൂഗിൾ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഊർജ സ്രോതസ്സുകൾ സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ് എന്നിവയാണ്. ഉത്തരം സൗരോർജം ഗ്രേറ്റർ ദാൻ കാറ്റ് ശക്തി ഗ്രേറ്റർ ദാൻ ബയോമാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? IXPE. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഈ തന്നിരിക്കുന്ന 4 ശരിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റിന്റെ അതായത് L1ന്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര ദൂരെയാണ്? 15 കിലോമീറ്റർ ദൂരെയാണ്. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ അടുത്ത പദം ഓപ്ഷൻ എ ആണ്, N267-6S. വർഷത്തിലെ ആദ്യ ദിവസം, അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? ഞായറാണ്. ഞായർ. P ക്യൂവിന്റെ സഹോദരിയാണ്. R എന്നത് ക്യൂവിന്റെ അമ്മയാണ്. S എന്നത് Rന്റെ പിതാവാണ്. Sന്റെ അമ്മയാണ് T എങ്കിൽ Pക്ക് Sയുമായുള്ള ബന്ധം എന്ത്? കൊച്ചുമകളാണ്. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? 22. ചുവപ്പ് =12, നീല =20, വയലറ്റ് =42. മജന്തയുടെ കോഡ് എന്ത്? 56. 6:40 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി. അടുത്ത ചോദ്യം, 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്ര? 10 AM ആണ്. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. 10 ആണ്. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കുകളുടെ ഹാൻഡ് ഷേക്കുകളുടെ എണ്ണം കണ്ടെത്തുക. 780. 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? 15ഉം 25ഉം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? 36. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഓരോന്നും 6000 രൂപയ്ക്കാണ്. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ്?
16 and 2/3% ആണ്. അടുത്ത ചോദ്യം, ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിനു ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? 8 ആണ്. 8 കിലോഗ്രാം. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഇവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്, 5, 9, 13. ഇതിൽ എത്ര പദങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ തുക 10,877 കിട്ടും? 73 പദങ്ങളാണ്. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 - 1/2 × 1 - 1/3 × 1 - 1/4 etc. × 1 - 1/20. ഇതിന്റെ മൂല്യം എത്ര? 1/20. 9x + 3x - 90 = 0 എങ്കിൽ എക്സിന്റെ മൂല്യം എത്രയാണ്? 2 ആണ്. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക. ഉത്തരം ബി ആണ്, 2500. 60 - 10 എന്നാൽ 600. 12 / 4 എന്നാൽ 16. 6 × 3 എന്നാൽ 3. 10 + 2 എന്നാൽ 5 എങ്കിൽ ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 0. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ലി? ക്വിക്ലി എന്നത് ആഡ്വേർബ് ആണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. നെസസറിയുടെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏത്? 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്, 1 ആണ് കറക്റ്റ്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ് എന്നുള്ളതാണ് തെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ശരിയല്ല. നൺ ഓഫ് ദി എബോവ്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഇതിൽ പ്രോപ്പർ യൂസ് ഉള്ള സെന്റൻസ് ഓപ്ഷൻ ബി ആണ്. ഐ ആം ഗോയിങ് ടു ദ മോൾ. ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. ഉത്തരം ഓപ്ഷൻ എ, അൺകംഫർട്ടബിൾ. ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവിൻ. ഗിവിനിന്റെ കറക്റ്റ് യൂസേജ് വരുന്ന സെന്റൻസ് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. Identify the sentence with a correct usage of a gerund. Option B. She enjoys swimming in the ocean. What is the term for the excessive use of words? Excessive use of words എന്നതിന് ഇക്വലന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വെർബോസിറ്റി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്നത് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാ വരുന്നത്? ഷീ സെഡ് ഷീ wouldn't be able to attend the meeting. Option D. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് masculine and feminine gender. The stallion is recognized for his strength. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. The knight rode his horse into the sunset. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരേറ്റീവ് ഡിഗ്രി? കറക്റ്റ് കമ്പാരേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്തിരിക്കുന്നത് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ്? ടു സ്പിൽ ദ ബീൻസ് എന്നാൽ ടു റിവീൽ എ സീക്രട്ട് എന്നതാണ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഓപ്ഷൻ എ ആണ്, ഡസ് ഷീ. ഡസ് ഷീ. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജിനോസൈഡ്. ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ ഗിവൺ വേർഡ്. മെറ്റിക്കുലസിന്റെ സിനോണിം എന്താണ്? ഓപ്ഷൻ എ, കെയർഫുൾ. കെയർഫുൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക.
വിദ്യുത് ശക്തി എന്ന് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി, വിദ്യുത് ശക്തി. ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം സി ആണ്, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് തലവേദനയുണ്ട്, അതിന്റെ ശരിയായ പരിഭാഷ ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് എന്നുള്ളതാണ്. അറിയാനുള്ള ആഗ്രഹം, ഒറ്റപ്പദം ഏത്? ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂട്, നീടം, നീടം. ചേർത്തെഴുതുക. വാക് അധികം വാദം, ചേർത്തെഴുതുമ്പോൾ വാഗ്വാദം, വാഗ്വാദം. അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അമരത്തിന്റെ ഓപ്പോസിറ്റ് അണിയമാണ്, അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. പഴഞ്ചൊല്ല് അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ്. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി, താവഴി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? തായ് അധികം വഴി. അടുത്ത ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്നത് ഏകവചനമാണ്, ഏകവചനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പൊ ഈ പ്രൊവിഷണൽ ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ബാക്കി സ്റ്റേജസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാര് ഈ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ഇതിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.